ലോകസുന്ദരി മത്സരം തെലങ്കാനയിൽ നടക്കാൻ പോവുകയാണ്. അതിനിടയിലാണ് വലിയ വിവാദം കോൺഗ്രസിനെ പിടികൂടിയിരിക്കുന്നത്. ഒരു ക്ഷേത്രത്തിൽ ഈ മത്സരാർത്ഥികൾ എത്തുകയും അവിടുത്തെ വനിതകളെ കൊണ്ട് ഈ മത്സരാർത്ഥികളുടെ കാല് കഴുകിക്കുകയാണ്. കാല് വൃത്തിയാക്കിയപ്പോൾ അതിനെതിരെ BJPയും അവിടുത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ BRSും രംഗത്ത് വന്നെങ്കിൽ ഈ പ്രവൃത്തിക്ക് അനുകൂലമായ നിലപാടാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? ഞാൻ അതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ചരിത്രവും അതിൻ്റെ പ്രാധാന്യവും പറയാം. ഇപ്പോൾ ശ്രീജിത്ത് ചോദിച്ച ചോദ്യം ആന്ധ്രാപ്രദേശിലെ തെലങ്കാനയിലെ വാറങ്കൽ എന്നാണ് മലയാള മനോരമ ഉൾപ്പെടെ എഴുതുന്നത്. ജില്ലയുടെ ശരിയായ പേര് വറങ്കൽ എന്നാണ്. അവർ പറയുന്നത് എങ്ങനെയാണ്? അതാണല്ലോ ശരിയായ പേര്. വറങ്കൽ ജില്ലയിൽപ്പെട്ട പാലംപേട്ട് എന്ന് പറയുന്ന ഗ്രാമത്തിലെ ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൻ്റെ പേര് രാമപ്പ ക്ഷേത്രം. ഈ രാമപ്പ ക്ഷേത്രം എന്ന് കേൾക്കുമ്പോൾ ഏതാണ് അവിടെ ദേവനെന്നാണ് ശ്രീജിത്ത് വിശ്വസിക്കുക? രാമൻ അല്ല, രാമനല്ല, ശിവനാണ്. എന്തുകൊണ്ട്? ഈ രാമപ്പ എന്ന് പറയുന്നത് ആ ക്ഷേത്രം നിർമ്മിച്ച, അതിൻ്റെ വിഗ്രഹങ്ങൾ നിർമ്മിച്ച ശില്പിയുടെ പേരാണ്. ശില്പി എന്ന് പറയുമ്പോൾ ആരായിരിക്കും? സ്വാഭാവികമായിട്ടും ജാതി പറയേണ്ട ഒരു വിശ്വകർമ്മജനായിരിക്കും. ആ വിശ്വകർമ്മജൻ്റെ പേരിട്ടിരിക്കുന്ന ക്ഷേത്രമാണ്. നമ്മൾ പെരുന്തച്ഛൻ്റേത് വരെ പേര് വെച്ചുകൊണ്ട് നമ്മളെപ്പോഴും ആരോപിക്കും ജാതീയ മേൽക്കോയ്മ, സവർണ ഫാസിസം എന്ന് പറഞ്ഞ് എന്താ പറയുന്നത്? ക്ഷേത്രശില്പിക്ക് അമ്പലം സമർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്ഥാനമില്ല, അങ്ങോട്ട് പോകാൻ പോലും അനുവദിക്കുന്നില്ല. എല്ലാവരും പറഞ്ഞുകൊണ്ട് വലിയ വിപ്ലവകാരികളായിട്ട് പറയുമല്ലോ. നിങ്ങൾ പോയി കാണൂ. ഈ ക്ഷേത്രം ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളൊരു ക്ഷേത്രമാണ്. ആ തെലങ്കാനയിലെ പഴയ ആന്ധ്രാപ്രദേശിലെ ഈ ക്ഷേത്രം പോയി കാണൂ. ആ ക്ഷേത്രത്തിന് പേര് കൊടുത്തിരിക്കുന്നത് ആ ശില്പിയുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. താജ്മഹാളിന് വരെ ആ പേര് കൊടുത്തിട്ടുണ്ടോ? ഞാൻ ചോദിക്കുക. നമ്മളൊന്ന് തിരിച്ചറിയണം. നമ്മൾ ഈ ഹിന്ദു മതത്തെ കടന്നാക്രമിക്കുന്നതിന് മുമ്പേ, ഹിംസിക്കുന്നതിന് മുമ്പേ അങ്ങനെയുള്ള സംസ്കാരവും ഉണ്ട്. ബഹുസ്വരമായ സംസ്കാരമാണ് ഹിന്ദു മതത്തിനകത്ത് തന്നെ ഉള്ളത്. ബഹുസ്വരതയാണ്, അല്ല ഏകശിലാരൂപമല്ല, അടിച്ചേൽപ്പിക്കലല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ക്ഷേത്രം നിർമ്മിക്കാം. ശ്രീനാരായണ ഗുരു സ്വന്തം ക്ഷേത്രം, അയ്യങ്കാളിക്ക് വേണമെങ്കിലും സ്വന്തം ക്ഷേത്രം നിർമ്മിക്കാം. ആ ശ്രീനാരായണ ഗുരു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പല കീഴ്ജാതിക്കാരും അവരുടെ വകയായിട്ട് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരുന്നു. അവരുടെ കുടുംബങ്ങളിൽ വെച്ച് ആരാധിക്കുകയും ചെയ്തിരുന്നു. ആരും വന്ന് തടയില്ല, തകർക്കുകയില്ല. ഇതാണ് ഹിന്ദുമതം നൽകുന്ന സ്വാതന്ത്ര്യം. പിന്നെ ചിലത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സവർണ ഫാസിസം മറ്റേതെന്നൊന്നും പറഞ്ഞാൽ അതിനേക്കാൾ വലിയ സവർണ ഫാസിസം മറ്റു മതങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അമ്മാതിരി പറഞ്ഞ് കയറി അങ്ങ് പോകരുത്. നമുക്ക് വാദിക്കാൻ അതിനെതിരായിട്ടുള്ള പ്രതിവാദങ്ങൾ ധാരാളമുണ്ട്. പക്ഷേ സന്ദർഭം ഇതല്ല. ഈ ക്ഷേത്രത്തിൽ വന്ന് അപ്പോൾ അത്ര ഞാനിതിനെ ഏറ്റവും വിശുദ്ധമായ ക്ഷേത്രം എന്ന് പറഞ്ഞു. ശില്പിയുടെ പേര് കിട്ടിയ ക്ഷേത്രം, ശില്പിയുടെ പേരുള്ള ക്ഷേത്രം പലതും കാണാം. നമ്മുടെ ഗ്രാമങ്ങളിൽ പോയി പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സവർണ ഫാസിസത്തെ പറയാൻ വേണ്ടി തപ്പിയെടുക്കുമ്പോൾ വേറെ ഇത് കാണും. പക്ഷെ നമ്മളിങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പലതും നമുക്ക് കാണാൻ കഴിയും. ആ ജനാധിപത്യം, ഒരു മതത്തിൻ്റെ ജനാധിപത്യം, അത് നമുക്ക് കാണാൻ കഴിയും. പോട്ടെ, പാലംപേട്ടിലെ ഈ ക്ഷേത്രത്തിൽ വന്നിരിക്കുന്നത് ലോക പൈതൃക പട്ടികയിൽ പേരുള്ളതാണല്ലോ. അപ്പോൾ ഗ്ലാമറുള്ള ക്ഷേത്രമാണെന്ന് വിചാരിച്ചിട്ട് കുറേ സുന്ദരികൾ ഒരു സുപ്രഭാതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുക. അവരെ ആനയിച്ചു കൊണ്ടുവരുന്ന ആരാ? അവിടുത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് രേവന്ത് റെഡ്ഡി. അതുപോലെ തന്നെ ഇതിനെ എതിർക്കുന്നത് ആരാ? BJPയാണ്. എന്തുകൊണ്ടാണ് എതിർക്കുന്നത്? കാരണം ഇത്ര വിശുദ്ധമായിട്ടുള്ളൊരു ക്ഷേത്രത്തിലേക്ക് വരേണ്ടത് ഏത് മതത്തിൽപ്പെട്ടവരായിക്കോട്ടെ, ഏത് ജാതിയിൽപ്പെട്ടവരായിക്കോട്ടെ, പരിപൂർണമായ വിശ്വാസമുള്ളവരായിരിക്കണം, വിശ്വാസത്തിൻ്റെ വിശുദ്ധിയുള്ളവരായിരിക്കണം. അല്ലാതെ ഈ സൗന്ദര്യ മത്സരം എന്ന് പറയുന്ന ഭൗതികമായിട്ടുള്ളൊരു വ്യായാമത്തിനോ വ്യാപാരത്തിനോ ഹിന്ദുമതത്തിൽ ഒരു സ്ഥാനവുമില്ല. അവിടെ ലൗകികമാണ്, ആത്മീയതയാണ്. ആ ഒരു വിശ്വാസം തോന്നി, അല്ലെങ്കിൽ ഭക്തി എന്ന് പറയുന്ന ഏതൊരു മനുഷ്യർക്കും ആചരിക്കാവുന്ന ആ ഒരു വിശ്വാസധാരയെങ്കിലും ഇല്ല. നിങ്ങളിവിടെ വന്ന് കൗതുക കാഴ്ച കാണാൻ വന്നാൽ ഇത് കാഴ്ച ബംഗ്ലാവല്ല, ശിവനാണ്. ശിവനെ അവിടെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ ശിവനെ ദർശിക്കുകയാണ്. ദർശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിൽ കാണുകയാണ് ദൈവത്തെ. ആ ദൈവത്തിനെ കണ്ടിട്ട്, ആ ശിലാവിഗ്രഹം കണ്ടിട്ട് പ്രാർത്ഥിക്കുകയല്ല. ആ ശിവനെ നമ്മൾ ഉള്ളിൽ ഉൾക്കൊള്ളുകയാണ്. അതിൻ്റെ ഒരു ദർശനം ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ശിവൻ്റെ ഒരു ചൈതന്യം നമ്മളിലേക്ക് പ്രപഞ്ചത്തിൻ്റെ ഏതോ ഒരു കോണിൽ നിന്ന് വരുന്ന ശാസ്ത്രീയമായിട്ടുള്ള ഒരു വിശ്വാസ പദ്ധതിയാണ്. എല്ലാ ദൈവങ്ങളും കൂടെ ഒന്നു ചേരുന്ന ഏത് ദൈവരൂപത്തിൽ ആരാധിച്ചാലും ഒരൊറ്റ ദൈവത്തിലാണ് ചെന്ന് നിൽക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ നൊബേൽ സമ്മാനം നേടിയ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് തിയറിയും ഇത് തന്നെയാണ്. നമ്മളൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ അലകൾ പ്രപഞ്ചത്തിൻ്റെ അങ്ങേ കോൺ വരെ ചെല്ലുന്നു. ഇവിടെ ഏത് ചലനം ഉണ്ടാക്കി കഴിഞ്ഞാലും ആ ചലനത്തിൻ്റെ
ചലനങ്ങൾ ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ അങ്ങേയറ്റം വരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത അറ്റത്ത് പോലും എത്തുന്നു എന്നുള്ളതാണ് കണ്ടുപിടിച്ചതിനാണ് നൊബേൽ സമ്മാനം കിട്ടിയത്. അയാൾ പൊട്ടനൊന്നുമാണെന്ന് പറയാൻ പറ്റില്ല, അന്ധവിശ്വാസിയാണെന്നും പറയാൻ പറ്റില്ല, പോട്ടെ, അതുമല്ല നമ്മുടെ തർക്കവിശ്വാസം. ഇവിടെ ഇപ്പോൾ ചെയ്തതെന്താ? ഈ സുന്ദരികളെ കാൽ കഴിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ക്ഷേത്രങ്ങളിൽ അത്ര പ്രധാനപ്പെട്ട കാര്യമൊന്നുമല്ല. അതൊരു പക്ഷേ വത്തിക്കാനിലും ചില അരമനകളിലും അങ്ങനെയൊക്കെ സ്ഥലങ്ങളിൽ കാൽ കഴുകി വെള്ളം കുടിക്കുക. ഹിന്ദുമതത്തിലും ആചാരമുണ്ടല്ലോ, നമ്മൾ കണ്ടതാണല്ലോ. നരേന്ദ്രമോദി സ്വന്തം അമ്മയുടെ കാൽ കഴുകി കുടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര വിശുദ്ധമായിട്ട് അമ്മ എന്ന് പറയുന്നത് ദൈവമാണെന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. ഒരു തെറ്റുമില്ല അതിൽ. മനുഷ്യൻ തന്നെയാണ് ദൈവം എന്ന് പറയുന്നത്, തത്വമസി എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അതിനൊരു തെറ്റുമില്ല. ഇവിടെ എന്താ ചെയ്ത കുറേ സുന്ദരികൾ അവരെവിടെയൊക്കെയാണ് പോയത്? ഏതൊക്കെ ബാറുകളിലാണ് പോയിട്ടുള്ളത്, ഏതൊക്കെ ഭക്ഷണശാലകളിലായിട്ട് പോയിട്ടുള്ളത്, ശുചിത്വമായിട്ടാണോ കുളിച്ചിട്ടാണോ വരുന്നതെന്ന് പോലും നമുക്കറിയില്ല. അവരുടെ സംസ്കാരത്തിൽ വിവിധ രാജ്യങ്ങളിലുള്ള ലോക സുന്ദരിമാരാണ്. അപ്പോൾ നമ്മുടെ ഒരു ആചാര പദ്ധതി അനുസരിച്ച് അവരെ ട്രെയിൻ ചെയ്ത് പരിശീലിപ്പിച്ചു കൊണ്ടുപോകണോ? ഒരു തെളിവുമില്ല. ആ സുന്ദരികൾ അവിടെ വന്ന് കറങ്ങി നടക്കുക. അവർക്കറിയില്ല ഇതിൻ്റെ ആചാരങ്ങളുമായി. ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുത്ത് വന്നാൽ കുഴപ്പമില്ല. അതേ വേഷത്തിലും വന്നാൽ ചെരുപ്പ് പുറത്തിടുക, അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ടാണ് ചിലർക്ക് ഇപ്പോൾ തോന്നുന്നത്. ഉടുപ്പ് പുറത്തിടുക, അതും വലിയ ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത്. അതൊക്കെ വിശുദ്ധിയുടേതായിട്ടുള്ള ഓരോരോ ആചാരങ്ങൾ, അതനുസരിക്കാൻ പാടുള്ളവർ അങ്ങോട്ട് പോകണ്ടെന്നങ്ങ് വെച്ചാൽ പോരെ. അതല്ലേ നല്ലത്. അതിന് വേണ്ടിയിട്ടൊരു സമരം നടത്തുകയോ പ്രക്ഷോഭം നടത്തുകയോ കാര്യമില്ല. നിങ്ങളുടെ ദർശനത്തിന് വേണ്ടി, നിങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി, നിങ്ങളുടെ അമ്പലത്തിലേക്കുള്ള പോക്കിന് വേണ്ടിയിട്ട്, പ്രവേശനത്തിന് വേണ്ടിയിട്ട് സമരം നടത്തിയാൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ നല്ല സംഭവിച്ചു. ഇവർ വന്നു, തൊഴുതു, കുഴപ്പമില്ല. നമ്മുടെ എത്രയോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മാതാമ്മമാർ വരുന്നില്ലേ? അവിടെ എത്രയോ തിരുനക്കര ശിവക്ഷേത്രത്തിൽ വരും, മഹാദേവ ക്ഷേത്രത്തിൽ വരുന്നുണ്ട്. അതുപോലെ ഇവർ വന്നിട്ട് ഇവരുടെ കാല് കഴുകാൻ കുറേ ആൾക്കാർ ഏർപ്പെടുന്നു. രേവന്ത് റെഡ്ഡിയുടെ കുടുംബക്കാരൊന്നും അല്ല വന്ന് കാല് കഴുകിയത്, മുഖ്യമന്ത്രിയുടെ. കോൺഗ്രസ്സുകാരുമല്ല. അവിടുത്തെ പാവപ്പെട്ട ദളിത് ഗോത്ര വിഭാഗങ്ങളിൽപ്പെട്ട ഗ്രാമീണരായിട്ടുള്ള പിന്നാക്കക്കാരെ വെച്ചിട്ടാണ് അത് നടത്തിയത്. ഈ ക്ഷേത്രത്തിൻ്റെ പാരമ്പര്യം 11-ാം നൂറ്റാണ്ടിൽ ഈ ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന ആ പ്രദേശം മുഴുവൻ വാണിരുന്ന പ്രബലമായിട്ടുള്ള കാകതീയ രാജവംശത്തിൻ്റെ ആസ്ഥാനമാണിത്. കാകതീയ രാജവംശം, ഒരു രാജവംശമാണ് അവിടെ ശില്പിക്ക് പേര് കൊടുത്തത്. ജനാധിപത്യ ഗവൺമെൻറ് അല്ല, ഇടതുപക്ഷ ഗവൺമെൻറ് അല്ല, കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റുമല്ല, ഇന്ത്യയുടെ സംസ്കാരമാണ് ആ വിശാല മനസ്കത ഉണ്ടാക്കി കൊടുത്തത്. അവർ ഹൈന്ദവരായിരുന്നു, വേറൊരു മതക്കാരുമായിരുന്നു, വേറൊരു മതവും ഇല്ലായിരുന്നു. 1213 സ്ഥാപിച്ചത്. നോക്കൂ, അപ്പോൾ അതിൻ്റെ ആചാരങ്ങളെയും സമ്പ്രദായങ്ങളെയും എല്ലാം തകർത്തുകൊണ്ട് വിദേശത്ത് നിന്ന് കുറേ മദാമ്മമാരെ കാണുമ്പോൾ, നമ്മൾ പറയാറുണ്ട് സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുമെന്ന് പറഞ്ഞ പോലെ, മദാമ്മമാരെ കണ്ടപ്പോൾ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കവാത്തങ്ങ് മറന്നു. ഈ പാവപ്പെട്ട ഗോത്രവർഗ്ഗക്കാരെന്ന് പറഞ്ഞാൽ വളരെ ദരിദ്രമായിട്ട് കഴിയുന്ന ഒരു വിഭാഗമാണ്. കേരളത്തിലെ അത്രയും പോലും ഉന്നമനം അവർക്കില്ല. അവരുടെ കൊണ്ട് ഈ മദാമ്മമാരുടെ കാൽ കടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊളോണിയൽ മനോഭാവത്തിൻ്റെ, അടിമത്ത മനോഭാവത്തിൻ്റെയൊക്കെ പ്രവർത്തനം. ഈ അധികാരത്തിലിരിക്കുമ്പോൾ എല്ലാ കാലത്തും പിന്നോക്കരോട് കോൺഗ്രസിന്റെ സ്വഭാവം അവഹേളനം. പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധി പിന്നോക്കർക്ക് വേണ്ടിയാണ് പ്രസംഗിക്കുന്നത്. അതെ, ബീഹാറിൽ പോയി അയാൾ വലിയ സർക്കസൊക്കെ കാണിച്ചു തന്നിട്ട് ചുണയുണ്ടെങ്കിൽ എന്നെ ഒന്ന് തോൽപ്പിക്കുന്നു. നിങ്ങൾ ഷഹബാസ് ഷരീഫിനെ തോൽപ്പിച്ചിട്ട് എന്നെ ഒന്ന് വെല്ലുവിളിക്കുന്നു. രാഹുൽ ഗാന്ധിക്ക് ഒരു വെല്ലുവിളി. ഇപ്പോൾ ചൈനയും അതുപോലെ തന്നെ പാകിസ്ഥാനും ടർക്കിയോ അല്ലെങ്കിൽ അസർബൈജാനോ അല്ല, ഇപ്പോൾ രാഹുൽ ഗാന്ധി ബീഹാറിൽ നിന്ന് വെല്ലുവിളിക്കുക എന്നെ ചുണയുണ്ടാക്കി തോൽപ്പിക്കാൻ. എന്തൊരു അയാൾ ഇങ്ങനെ. അത് ആർക്ക് വേണ്ടിയായിരുന്നു? അവിടുത്തെ ദളിത് ഹോസ്റ്റലിൽ പോയിട്ടാണ്, ദീപാങ്കൂർ ഹോസ്റ്റൽ എന്ന് പറഞ്ഞ ഹോസ്റ്റൽ. അവിടെ പോയിട്ട് വെല്ലുവിളിക്കുക ചുണയുണ്ടെങ്കിൽ എന്നെ തോൽപ്പിക്കുന്നു. എന്തൊരു മണ്ടനാണ് ഇയാൾ, എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തൊരു വൻ തോൽവിയാണ് ഇയാൾ. അയാളുടെ പാർട്ടിക്കാരനാണ് ഇവിടെ ദളിതരെ കൊണ്ട് കാല് കഴിയിപ്പിക്കുക. വേറെ ആരെയും കിട്ടിയില്ലേ? ബ്രാഹ്മണരെ കിട്ടില്ലായിരുന്നു അയാൾക്ക്. അവിടുത്തെ പ്രബലമായിട്ടുള്ള റാവു സമുദായത്തിൽപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, വൈശ്യ ബ്രാഹ്മണരുണ്ടല്ലോ, ക്ഷത്രിയരുണ്ടല്ലോ, അവരെ കൊണ്ട് കൈ കഴിപ്പിക്കുക. ദളിതർ തന്നെ അത് ചെയ്യണമെന്ന് പറയുന്നത് നിങ്ങളുടെ ആ സവർണ ഫാഷിസ്റ്റ് മനോഭാവത്തിൻ്റെ പ്രതിഫലനമാണ്. മോദിയുടെ പേരിൽ ആരോപിച്ചിട്ട് യാതൊരു കാര്യമില്ല. അദ്ദേഹം OBC-കാരനാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.